സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 വാക്യം 26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 7:26 നമ്മുടെ മഹാപുരോഹിതനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് നാം വായിക്കുവാൻ ഇടയായത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം പണ്ട് ജനങ്ങളുടെ മധ്യേ ദൈവിക ശുശ്രൂഷ ചെയ്തിരുന്നത് പുരോഹിതന്മാരായിരുന്നു. ഈ പുരോഹിതന്മാർ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥത വഹിച്ചിരുന്നു. അഥവാ ജനത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചിരുന്നു. വിവിധ യാഗങ്ങൾ അഥവാ ബലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ അവർ നിർവഹിച്ചിരുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം നൽകപ്പെട്ട എല്ലാ യാഗങ്ങളും ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച ഏക യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ യേശു അർപ്പിച്ച ആ പാപ പരിഹാര ബലി അഥവാ യാഗം, അതിലൂടെ മാനവരക്ഷ അഥവാ സകല ജാതി ജനങ്ങളുടെയും നിത്യരക്ഷ അത് സാധ്യമാക്കിക്കൊണ്ട് യേശു കർത്താവ് ഇന്ന് ഒരു മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ അഥവാ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായർ 7:25 നാം ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ അഥവാ യേശു പ്രാപ്തനാകുന്നുവെന്ന്. അതേ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ അഥവാ ന്യായപ്രമാണ പ്രകാരം പുരോഹിതന്മാരായവർക്ക് മനുഷ്യർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ അഥവാ എന്നെന്നും ജീവിച്ചുകൊണ്ട് പക്ഷപാതം ചെയ്യുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവർ മരിക്കുന്ന മനുഷ്യനാകയാൽ മാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇതാ ഒരു മഹാപുരോഹിതനെ കുറിച്ച് എബ്രായ ലേഖകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സദാ ജീവിക്കുന്ന ഒരു മഹാപുരോഹിതൻ, സദാ ജീവിക്കുന്ന അഥവാ നിത്യം ജീവിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട്, നമുക്ക് പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളതുകൊണ്ട് നമ്മെ രക്ഷിപ്പാൻ നമുക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ്റെ പ്രത്യേകതയാണ് നാം വായിച്ചത്. പവിത്രനായി, നിർദോഷനായി, നിർമ്മലനായി, പാപികളോട് വേർവിട്ടവനായി, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനായി, പരിശുദ്ധനായ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ ഓരോ ദിവസവും തന്നിൽ ആശ്രയിക്കുന്നവർക്കായി, ശരണപ്പെടുന്നവർക്കായി, തന്നിൽ വിശ്വസിക്കുന്നവർക്കായി മധ്യസ്ഥതയും പക്ഷപാതവും ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരിടമുണ്ട്.
ആ സ്വർഗത്തിൽ വസിക്കുന്ന മഹാപുരോഹിതനായ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളുമായി ചെല്ലുമ്പോൾ ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നിത്യം ജീവിക്കുന്നവനാണ്. ഒരിക്കലും ഭൂമിയിലെ മഹാപുരോഹിതന്മാരെ പോലെ മാറ്റപ്പെടുന്നവരല്ല. ആ നിത്യം ജീവിക്കുന്ന മഹാപുരോഹിതനായ യേശുവിനെ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യരക്ഷ നൽകുവാൻ യേശു പ്രാപ്തനാകുന്നു. ആമേൻ, ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല.